വിശ്വാസി സമൂഹത്തിന്റെ ആത്മീയ നവീകരണത്തിന്റെയും ലോകസമാധാനത്തിന്റെയും സന്ദേശമുയർത്തി ചങ്ങനാശ്ശേരി അതിരൂപത സംഘടിപ്പിച്ച പരിഹാര പ്രദക്ഷിണവും കുരിശിന്റെ വഴിയും വിശ്വാസ സാഗരമായി. അതിരൂപതയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി വൈകുന്നേരത്തോടെ പാറയിൽ പള്ളിയിൽ എത്തിച്ചേർന്നു. കടുത്ത വേനൽ ചൂടിനെ പോലും വകവയ്ക്കാതെ പ്രായഭേദമന്യേ ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് വിശ്വാസികൾ കുരിശിന്റെ വഴി ഭക്തിസാന്ദ്രമാക്കി. നോമ്പിന്റെ 5-ാം വെള്ളിയാഴ്ച കുറുമനാടൻ ഫൊറോനായുടെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഈ കുരിശിൻ്റെ വഴി പരിഹാര പ്രദക്ഷിണത്തിൽ കുറുമനാടൻ ഫൊറോന പള്ളി ദേവാലയത്തിൽ നിന്നും മാമൂട് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച കുരിശിൻ്റെ വഴിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുറുമനാടത്തിൻ്റെ 8 ഇടവകകളിൽ നിന്നും ഏകദേശം 2500-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഭക്തിനിർഭരമായിട്ടുള്ള പരിഹാര പ്രദക്ഷിണമാണ് ഇപ്പോൾ നീങ്ങുക. ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി മാനവജനത്തിൻ്റെ പാപകടങ്ങൾക്ക് പൊറുതി ലഭിക്കുവാനായി, രോഗങ്ങൾക്കും ദുരിതങ്ങൾക്കും എതിരായി, ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നും ഈ ലോക ജനത വിമോചനം നേടുവാൻ, പ്രത്യേകിച്ച് യുവജനങ്ങൾ മോചനം നേടുവാൻ വേണ്ടിയും ഉള്ള നിയോഗം വെച്ചുകൊണ്ടുള്ള പ്രത്യേകമായ പരിഹാര പ്രദക്ഷിണം നീങ്ങുമ്പോൾ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആത്മാവൻ ഞങ്ങളുടെ മേൽ കരുണയാകണമേ, ലോകം മുഴുവൻ്റെ മേൽ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിഹാര പ്രദക്ഷിണത്തിൽ ഭക്തിപൂർവ്വം നമുക്ക് പങ്കുചേരാം. പ്രധാന കുരിശിന്റെ വഴി വൈകുന്നേരം 4 മണിക്ക് മാമൂട് ലൂർദ്മാതാ പള്ളിയിൽ നിന്നും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പ്രാർത്ഥനയോടെ ആരംഭിച്ചു. മാമൂട് പള്ളി വികാരി ഫാദർ മോർലി കൈതപ്പറമ്പിൽ സഹകാർമ്മികനായിരുന്നു. തുടർന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി എത്തക്കാട്ട്, ഓർഗനൈസർ ഫാദർ ജോസഫ് ചമ്പക്കുളത്തിൽ നയിച്ചു. 2018 നമ്മൾ ഇങ്ങനെ കുറച്ച് ആത്മാർ കൂടി ഇങ്ങനൊരു കുരിശിൻ്റെ വഴി നടത്തിയേക്കൊള്ളുന്നൊരാഗ്രഹം ഞങ്ങളുടെ ഉള്ളിൽ തോന്നിയതും പെട്ടെന്ന് ഞങ്ങളന്ന് മാമൂട് പള്ളി ഇരിക്കുന്നത് സോണിയച്ചനായിരുന്നു. സോണിയച്ചനോട് പറയുകയും സോണിയച്ചൻ അത് ഒത്തിരി സന്തോഷത്തോടെ സ്വീകരിക്കുകയും അങ്ങനെ സോണിയച്ചനാണ് ഇതിന് ഏറ്റവും വലിയൊരു പ്രചോദനം നൽകുകയും ഒപ്പം തന്നെ ഞങ്ങളെ ആ ഒരു അനുഭവത്തോടു കൂടി ഞങ്ങളെ ബഹുമാനപ്പെട്ട പെരുന്തോട്ടം പിതാവിനെ കാണുകയും പിതാവ് വളരെ സന്തോഷപൂർവ്വം അതിനൊരു അനുവാദം തരികയും ചെയ്തു. ഒപ്പം തന്നെ അന്ന് VG ആയിരുന്ന നമ്മുടെ വാണിപ്പുരയ്ക്കൽ അച്ഛനുണ്ട്. അച്ഛൻ്റെ ഒരു നിർലോഭമായ ഒരു സപ്പോർട്ട് അതും ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുറുമ്പനാടം സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നിന്നും വികാരി ഫാദർ ജോബി കറുകപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ വിവിധ ഇടവകകളിൽ നിന്നുള്ള കുരിശിന്റെ വഴി പെരുമ്പനച്ചിയിലും, മുണ്ടുപാലം സെന്റ് മേരീസ് പള്ളിയിൽ നിന്നുള്ള കുരിശിന്റെ വഴി തൃക്കൊടിത്താനം ഫൊറാന വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുനശ്ശേരി, ഫാദർ ജോൺ മണക്കുന്നേൽ എന്നിവരുടെ നേതൃത്വത്തിൽ തെങ്ങണയിലും പ്രധാന കുരിശിന്റെ വഴിയോട് സംഗമിച്ചു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ കുറുമനാടം, തൃക്കൊടിത്താനം, ചങ്ങനാശ്ശേരി, തുരുത്തി ഫൊറോനകളുടെ സംയുക്തമായിട്ടുള്ള കുരിശിൻ്റെ വഴിയാണ് ഇന്ന് 4 ഏരിയകളും നടത്തപ്പെടുന്നത്. കർത്താവ് മിശിഹായുടെ പീഡാനുഭവം ഓർക്കുന്ന ഈ നാളുകളിൽ സഹനത്തിൻ്റെ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് ഈ കുരിശിൻ്റെ വഴിയുടെ നിയോഗം യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ മാത്രമല്ല, ഇതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള എല്ലാവരുടെയും സഹനങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കാം. ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ, മിശിഹായുടെ ക്ഷമിക്കുന്ന സ്നേഹം എല്ലാവരും തിരിച്ചറിയുവാൻ നമുക്ക് ഈ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കൊച്ചിന്റെ ഒരു ആവശ്യം, കൊച്ചിന്റെ ഒരു പ്രത്യേക നിയോഗം. എന്താണ് നിയോഗം? കൊച്ചിന് പുറത്തോട്ട് പോകാനുള്ള ഒരു നിയോഗമാണ്. ആ നിയോഗത്തിന് വേണ്ടിയാണ് ഞാൻ കുരിശിന്റെ വഴി നിയോഗം വെച്ചു പോവുക, നടക്കുന്നത്. എനിക്ക് ഏകദേശം അത് നിയോഗം വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സാധിച്ചു കിട്ടുന്നുണ്ട്. അത് താമസിക്കാതെ നടക്കും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ നിയോഗം വെച്ചത് നടക്കുന്നത്. തുരുത്തി മർത്ത് മറിയം ഫൊറോന പള്ളിയിൽ വികാരി ഫാദർ ജേക്കബ് ചീരംവേലിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കുരിശിന്റെ വഴി ബൈപ്പാസിലൂടെ റെയിൽവേ ജംഗ്ഷനിലെത്തി ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പോലിത്തൻ പള്ളിയിൽ നിന്നുള്ള കുരിശിന്റെ വഴിയുമായി സംഗമിച്ചു. ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പോലിത്തൻ പള്ളിയിൽ നിന്നുള്ള കുരിശിന്റെ വഴിക്ക് വികാരി ഫാദർ ജോസഫ് മാണിയപ്പുരയ്ക്കൽ നേതൃത്വം നൽകി. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള കുരിശിന്റെ വഴി രാത്രി 7-ന് പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെത്തിച്ചേർന്നപ്പോൾ വികാരി ഫാദർ ജേക്കബ് വാരിക്കാട്ടിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോസഫ് പെരുന്തോട്ടം സമാപന സന്ദേശവും ആശീർവാദവും നൽകി. യേശുക്രിസ്തുവിന്റെ ഗാഗുൽത്തായിലേക്കുള്ള കുരിശിന്റെ പ്രയാണത്തിൽ
ദാഹിച്ചപ്പോൾ മീറ കലർത്തിയ വിനാഗിരി കൊടുത്തതുപോലെ ആയിരങ്ങളെ ചൂടിനെയും വെയിലിനെ അവഗണിച്ചുകൊണ്ട് പരിഹാര പ്രദർശനത്തിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് ദാഹജലം കൊടുക്കുന്ന ഒരു പുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ കരുതുകയാണ്. ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ജീവൻ ത്യജിച്ചും അവരെ രക്ഷിച്ചെടുക്കുകയാണ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ആ യേശുക്രിസ്തുവിനെ പ്രതി, ആ ഈശോയുടെ സ്നേഹത്തെ പ്രതി ഈ പരിഹാര പ്രദർശനത്തിൽ പങ്കെടുക്കുന്ന ജനങ്ങൾക്ക് ഈ ദാഹജലം കൊടുക്കുന്നത് ഒരു വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ട് തന്നെ കാണുന്നു. നോമ്പും ഉപവാസവും ത്യാഗവും പ്രാർത്ഥനകളും സഹോദരങ്ങളോടുള്ള സ്നേഹം വളർത്താനും ജീവിത നവീകരണത്തിനും ഉപകരിക്കണമെന്ന് പെരുന്തോട്ടം പിതാവ് പറഞ്ഞു. ജീവിതത്തിലെ സഹനങ്ങളോട് ചേർത്ത് പ്രാർത്ഥനാ നിർഭരമായാണ് ആയിരക്കണക്കിന് വരുന്ന വിശ്വാസികൾ കുരിശിന്റെ വഴിയിൽ പങ്കുചേർന്നത്. പീഡാനുഭവത്തിന് ഒരുക്കമായിട്ടുള്ള ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വലിയ നോയമ്പിൻ്റെ 40-ാം വെള്ളിയുടെ തലേ വെള്ളിയാണ്. 4 ഫൊറോനകളിലാണ് സംയുക്തമായിട്ട് കുരിശിൻ്റെ വഴി പാറയിൽ മരിയ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഈ വർഷത്തെ ഈ കുരിശിൻ്റെ വഴി പരിഹാര പ്രദർശനത്തിന് ഒരു ലക്ഷ്യമുണ്ട്. യുദ്ധത്തിന് അറുതി വരുത്തുക എന്നുള്ളതാണ്. ഗൾഫ് മേഖലയിൽ യുദ്ധം വരുത്തുന്ന സമാധാനക്കേട് വളരെ വലുതാണ്. കേരളത്തിൽ നിന്ന് ധാരാളം പേര് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. യുദ്ധത്തിൻ്റെ ഫലമായിട്ട് പലർക്കും ജോലി നഷ്ടപ്പെടുന്നു. അനുദിന ആവശ്യ വസ്തുക്കളുടെ വില ഉയരുന്നു. അവിടെയുള്ളവർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നു. അങ്ങനെ ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഗൾഫിലെ സഹോദരങ്ങൾ യുദ്ധം മൂലം അനുഭവിക്കുന്ന ആ ദുഃഖങ്ങൾ പരിഹരിക്കപ്പെടാനും ശാശ്വതമായിട്ട് ലോകത്ത് സമാധാനം ഉണ്ടാകുവാനും ഈ പരിഹാര പ്രദർശനം കാഴ്ചവെക്കുകയാണ്. മിശിഹായുടെ സഹന വഴികളിലൂടെ സഞ്ചരിച്ച ഈ പീഡാനുഭവ യാത്ര വിശ്വാസത്തിൽ വളരാൻ, വിശ്വാസത്തിൽ ശക്തിപ്പെടുത്താൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രത്യാശയിൽ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.